ഹലോ അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇന്ന് ടെസ്റ്റ് കോഴ്സാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതോ. ഫസ്റ്റ് തന്നെ ഒരു ഓർഗനൈസർ ആയാലോ. അപ്പോൾ വേഗം പോയിട്ടൊരു ഷൂ ബോക്സ് എടുത്തുകൊണ്ട് വരാം. ആൻഡ് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരേ സൈസിൽ വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഇനി അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആൻഡ് ഇപ്പുറത്തെയും ഓരോ കാർഡ്ബോർഡ് വെച്ചും ഒട്ടിച്ചെടുക്കാം. ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. കുറച്ചും കൂടെ നീറ്റാകാൻ വേണ്ടിയിട്ട് A4 ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ടോ വെച്ചിട്ട് കവർ ചെയ്യാം. ചാർട്ട് വെച്ച് കവർ ചെയ്താൽ ഒറ്റ ചാർട്ട് മതി, മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കിട്ടും. സോ ഫൈനലി ഇത് മൊത്തത്തിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഡെസ്കിൽ വെക്കാൻ ഒരു ഡെസ്ക് ഡെക്കോറായി. ഓർഗനൈസ് ചെയ്ത് സാധനങ്ങൾ വെക്കാൻ പറ്റും. സോ ഓർഗനൈസ് ചെയ്ത ലുക്ക് ഇതാണ്. ഡെസ്കിൽ വെക്കാൻ വേണ്ടി വെറുതെ ഒരു സ്റ്റിക്കർ വേണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഐസ്ക്രീം സ്റ്റിക്ക് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ആൻഡ് ഒരു കുഞ്ഞു കാർഡ്ബോർഡ് പെട്ടി ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഒട്ടിച്ചെടുക്കാം. വാൾ ഡെക്കോറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് കമൻസ് കണ്ടു, ടെസ്റ്റ് ഡെക്കോസ് ചെയ്യോ പിന്നെ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. സോ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. സോ പറഞ്ഞ് ടെസ്റ്റ് ഡെക്കോർ സെറ്റായിട്ടുണ്ട്. ഒരു ബുക്കിൻ്റെ സെറ്റ് എടുക്കുക, 2 സ്റ്റാർ ഇതുപോലെ വരച്ചെടുക്കുക, കട്ട് ചെയ്യാൻ. സ്റ്റാർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്താൽ മതി. സോ പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇത് വെച്ചൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ, കാർഡ്ബോർഡ് വെച്ച് ചെയ്താൽ മതിയോ എന്നൊരു തോന്നൽ. സോ നിങ്ങൾ ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് വെച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്ലൂ ഗണ്ണിന് പകരം, അതായത് ഫെവിക്കോളിന് പകരം ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്യാം. ഇത് ഗ്ലൂ ഗണ്ണ് പോലെ നല്ല ഒട്ടി നിൽക്കും കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞു കത്രി വെച്ച് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ വലിയ കത്രിയൊക്കെ എടുത്ത് വന്ന് ഞാൻ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തത്. സോ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ആൻഡ് ഇത് കുറച്ച് വലുതും പിന്നെ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ കാണാൻ രസമുണ്ട്, ഡയറക്റ്റ് കാണാൻ നല്ല പാങ്ങുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ആരും ലുക്ക് കാണുന്നില്ല. മൊത്തത്തിലൊരു ബ്ലൂമി ആയിട്ടുള്ള ലൈറ്റായിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ എന്തായാലും കൊള്ളാം അല്ലേ. പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് കൊച്ചിയിൽ പോവാം, ഏതെങ്കിലും ഒരു പാത്രം എടുത്തുകൊണ്ട് വരാം, ഇതുപോലെ വരക്കുക. അങ്ങനെയൊന്നും ചെയ്യേണ്ട, കോംബക്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ല നീറ്റായിട്ട് വരച്ച് കൊടുത്താൽ മതി. സോ ഞാൻ കോംബക്സിൽ വരക്കാത്തത് എന്താണെന്ന് വെച്ചാൽ കോംബക്സ് കാണാനില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വലിയ കത്രി വെച്ച് ഈ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഒരാൾ പറഞ്ഞു അതിൽ കട്ട് ചെയ്താൽ മുറിച്ച പോവും, പിന്നെ ക്ലോത്ത് ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ചെറിയ കത്രി വെച്ച് തന്നെ കട്ടാക്കി. നമ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, ഫുള്ള് പെയിൻ്റ് അടിച്ചെടുക്കുക. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ലൈക്കൊക്കെ എന്നാലാണ് നമുക്കൊരു എന്താ പറയുക വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. ആൻഡ് പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതാണെങ്കിൽ വീഡിയോ മാത്രം കണ്ടു പോകുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. സോ ആ ഷേപ്പിൽ തന്നെ നമ്മൾ പേപ്പറും കൂടെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി, കാരണം മൊത്തത്തിൽ ചുളിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഉണങ്ങുമ്പോൾ ശരിയാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ കുറച്ച് പിക്ചർ കട്ട് ചെയ്തു, ഫുള്ള് പെയിൻ്റ് അടിച്ചെടുത്തു. ആൻഡ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് വലിയ ഡോട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. ആൻഡ് ഇതുപോലെ ഒരു സ്ട്രോ ഉണ്ടാക്കുക, അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ആൻഡ് ബാക്ക് പോർഷനിൽ പോയിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്ക് പോർഷനിൽ ഒരു സ്കാനർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബ്ലറാക്കി വിട്ടത്. സോ ആ പോർഷൻ നീറ്റാൻ വേണ്ടി ഒരു സ്ട്രിപ്പ് പേപ്പർ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു സ്ട്രോ പോലത്തെ സാധനമില്ലേ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇത്രയും വലിയ സ്ട്രിപ്പൊന്നും കട്ട് ചെയ്ത് വെക്കണ്ട എന്നുള്ളത് ബോധം എനിക്ക് പിന്നെയാണ് വന്നത്. അതുകൊണ്ട് അതിനെയൊക്കെ വെട്ടി കുറച്ച് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. സോ പിന്നെയും കുറച്ച് വൃത്തിയാകാൻ വേണ്ടി ഒരു കുഞ്ഞു സർക്കിൾ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. ആൻഡ് അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കി. ഇനി നമ്പറൊക്കെ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച നമ്പറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആൻഡ് പിന്നെ ആ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ പകുതി ടൈമും ക്ലോക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ തോന്നുന്നു, കാരണം ക്ലോക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ബട്ട് ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ഈ ഒരു ക്ലോക്ക് ഉണ്ടാക്കിയത്. ഇങ്ങനെ കാണാൻ ഒരു ലുക്കില്ലാലോ. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കാം. ഇത് നോർമൽ നമ്മൾ കവായ് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ കാർഡ്ബോർഡിൽ വെട്ടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു വേറെ തന്നെ ലുക്കാണ്. കവായ് സ്റ്റിക്കറും ലുക്കൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ കുറച്ച് വേറെ തന്നെ രസമുണ്ട്. പിന്നെ കുറേ സമയം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ ഈ ഒരു വീഡിയോയിൽ ചെയ്ത ക്രാഫ്റ്റിൽ നല്ല രസം, നല്ല ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ്. സോ നെക്സ്റ്റ് വീണ്ടും ഡെസ്കിൽ വെറുതെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കോർ. സോ ഫസ്റ്റ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒരു മണി ഹോൾഡർ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഞാൻ ചെയ്ത് വന്നപ്പോൾ അതെങ്ങനെയോ ഒരു ഡസ്റ്റ് ഡെക്കോറായിട്ട് വന്നു. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നോർമലി സ്റ്റാർ ഒരു യെല്ലോ കളറായിരിക്കും. ഞാൻ കുറച്ച് വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് പിങ്ക് അടിച്ചെടുത്തതാണ്. സോ ഈ ഒരു സ്റ്റിപ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് അധികം വലുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മണി ഹോൾഡറായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചധികം ചെറുതായിപ്പോയി, എന്നാലും കാണാൻ രസമുണ്ട്. സോ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ക്രാഫ്റ്റാണ്. സിമ്പിളായിട്ടുള്ളൊരു കോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ വരച്ചപ്പോൾ ഒരു ഫ്ലവർ ഷേപ്പായിരുന്നു അതിൻ്റെ സൈഡിലുണ്ടായിരുന്നത്. പക്ഷേ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് എന്തോ ഒരു ഷേപ്പായിട്ട് മാറി. എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കഴിഞ്ഞ് ഡെസ്കിൽ വെക്കാൻ വേണ്ടി ഒരു പെൻ ഹോൾഡറും കൂടെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് ഷോർട്സ് എടുത്തില്ല എന്നുള്ള ബോധം വന്നത്. അങ്ങനെ ഷോർട്സ് എടുക്കാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.